സംസ്ഥാന സർക്കാർ നൽകുന്നത് വിഷം ചേർത്ത വാഗ്ദാനം മാത്രമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. ജനകീയ പദ്ധതികളെ പരിഗണിക്കാതെ അമ്പരചുംബികളായ കടലാസു പദ്ധതികൾക്ക് പിന്നാലെയാണ് സർക്കാരെന്നും എം.എൽ.എ. പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച 1 ലക്ഷം കർഷക സമിതി കളക്ടറേറ്റിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രയോറിറ്റി എന്താണ്? ആരെ സഹായിക്കുക എന്നുള്ളതാണ്. ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കാതെ നമ്മൾ അമ്പരചുംബികളായ പദ്ധതികൾ, കടലാസ് പദ്ധതികളുടെ പിന്നാലെ മാത്രം പോകുന്നത് ഒരു ജനാധിപത്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിരവധി ആളുകൾ പ്രസംഗിച്ചു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഈ ന്യായമായ സമരം, ഈ സമരത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും സമര ഐക്യദാർഢ്യങ്ങളും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഉറപ്പ് നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. കർഷകരെയും കൃഷിയെയും സംരക്ഷിക്കാനായി 1994 കരുണാകരൻ സർക്കാരാണ് 1 ലക്ഷം കർഷക പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. വിളനാശത്തിന് നഷ്ടപരിഹാരം, ഇൻഷുറൻസ്, പെൻഷൻ, അപകടം, മരണം എന്നിവ സംഭവിച്ചാൽ ആശ്രിതർക്ക് ധനസഹായം തുടങ്ങി ഒട്ടേറെ ക്ഷേമകാര്യങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പദ്ധതിയിൽ അംഗമാവാനായി ഓരോരുത്തരും 1100 രൂപ വീതം അടച്ചിരുന്നു. എന്നാൽ ഭൂരിപക്ഷം പേർക്കും കാലാവധി കഴിഞ്ഞിട്ടും പെൻഷൻ ലഭിക്കുന്നില്ല. ചുരുക്കം ചിലർക്ക് പെൻഷൻ ലഭിച്ചെങ്കിലും പദ്ധതി നിലച്ച അവസ്ഥയാണ്. പ്രശ്നപരിഹാരത്തിനായി സർക്കാരിനെ നിരവധി തവണ സമീപിച്ചെങ്കിലും ഫലമില്ലാതെ വന്നതോടെയാണ് 1 ലക്ഷം കർഷക സമിതി സമരത്തിനിറങ്ങിയത്. സംസ്ഥാന പ്രസിഡന്റ് കെ.പി. ബിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് എസ്. ശശിധരൻ, കൺവീനർ ഗിരീഷ് കുമാർ, സെക്രട്ടറി സി. കുട്ടപ്പൻ, കെ.ആർ. സാജുമോൻ, കെ.ബി. അജോയ്, സുരേഷ് ആനക്കര, സന്തോഷ് മലമ്പുഴ എന്നിവർ സംസാരിച്ചു.